നമ്മൾ ഒരു കോർപ്പറേഷൻ മേയർ മറ്റൊരു കോർപ്പറേഷൻ ചെല്ലുമ്പോൾ അവിടുത്തെ മേയറെ കാണുന്നതിൽ ഒരു അപകടമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മറ്റൊരു കാര്യം, അവിടുത്തെ ഒരു മേയർ ഇങ്ങനെ മേയർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹത്തെ ക്ഷണം സ്വീകരിച്ച് അവിടെ ചെന്ന് ഒരു കാപ്പി കുടിച്ചു എന്നല്ലാതെ മറ്റൊരു രാഷ്ട്രീയ ചർച്ചകളോ പോലും അവിടെ നടന്നിട്ടില്ല. അവിടെ ഒരു വികസന ചർച്ച നടന്നു. അതായത് തിരുവനന്തപുരം മേയർ നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ മേയറോട് പറഞ്ഞു, നമ്മൾ ഓരോ നഗരത്തിനും ഒരു 1000 കോടി രൂപയുടെ പദ്ധതി റെഡിയാക്കി നമ്മുടെ കേരള സംസ്ഥാനത്തെ ലോക്കൽ ബോഡി മിനിസ്റ്ററുമായി ചർച്ച ചെയ്ത് നമുക്ക് പദ്ധതി തയ്യാറാക്കി 6 മേയർമാരും കൂടി ഇരുന്നുകൊണ്ട് നമ്മൾ പദ്ധതി തയ്യാറാക്കി കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ഓരോ നഗരത്തിനും 1000 കോടി രൂപ നേടിയെടുക്കണമെന്ന നിർദ്ദേശം അദ്ദേഹം വെക്കുകയുണ്ടായി. അത് കേട്ടപ്പോൾ അതൊരു നല്ലൊരു വികസന കാഴ്ചപ്പാടാണല്ലോ. അപ്പം രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വികസന കാഴ്ചപ്പാടുണ്ടെങ്കിലേ നമ്മുടെ നാട്ടിലും വികസനം വരുള്ളൂ, അല്ലേ? നമ്മളൊരു ഇടുങ്ങിയ ചിന്താഗതിയുമായി നടന്നു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നത് എതിർക്കേണ്ട കാര്യം തീർച്ചയായും. ഈ ഒരൊറ്റ വീഡിയോയിലൂടെ 100% വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിട്ടുള്ള വി രാജേഷിന്റെ കാഴ്ചപ്പാട് ഏത് രീതിയിലാണ്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല, കേരളം മുഴുവൻ എങ്ങനെ മാറാം, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള വികസനങ്ങൾ കൊണ്ടുവരാം, കേന്ദ്ര പദ്ധതികൾ എന്തൊക്കെ കൊണ്ടുവരാം എന്നുള്ള ആ ഒരു പ്ലാൻ അത് വി രാജേഷിന്റെ മനസ്സിലുണ്ട്. അല്ലെങ്കിൽ അത് എങ്ങനെ വർക്കൗട്ട് ആക്കാം എന്നുള്ള ആ ഒരു തരത്തിലുള്ള ചിന്ത പോലും ഒരു മേയർക്ക് ഉണ്ട് എന്നത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമല്ലേ ശരിക്കും പറഞ്ഞു. കാരണം അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷനിലെ കാര്യം മാത്രമല്ല അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി എതിർപക്ഷത്ത് നിന്നുള്ള ആളാണ്, അല്ലാതെ BJP ആളൊന്നുമല്ല. അപ്പോൾ ആ ഒരു വ്യക്തി ഇങ്ങനെ പറയണമെങ്കിൽ വി രാജേഷ് എന്ന് പറയുന്ന മേയർ രാഷ്ട്രീയ ഭേദമന്യേ നാടിന് നല്ലത് വരണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് 100% ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ കാര്യം എന്ന് പറയുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ എന്താ പറയുക, വികസനം ഇഷ്ടമില്ലാത്ത, ഇപ്പോഴും ഇടുങ്ങിയ മനസ്സോടുകൂടി മുന്നോട്ട് പോകുന്ന ഈ പറയുന്ന ഇടത് വലത് പക്ഷത്തുള്ള ചിലർക്കൊന്നും തന്നെ ഇത് ദഹിക്കത്തില്ല. അവർക്കൊന്നും തന്നെ വികസനം വേണ്ട, കേരളം വികസിക്കണ്ട, കേരളം ഇങ്ങനെ കിടന്നാൽ മതി, കേരളത്തിൽ നല്ല കാര്യങ്ങൾ, നല്ല വികസനങ്ങൾ, നേട്ടങ്ങൾ ഒന്നും തന്നെ വരാതെ ഇങ്ങനെ കിടക്കണം, അത് വികസന ചർച്ചകളൊന്നും വേണ്ട, പകരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിയാൽ മാത്രം മതി. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ കാര്യം എന്ന് പറയുന്നത്. അതായത് കോഴിക്കോട് മേയർ തിരുവനന്തപുരത്ത് വന്ന ഒരു കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അപ്പോൾ ആ മേയർ വന്നപ്പോഴത്തേക്കും വി രാജേഷിനെ കാണാൻ പോയതും അദ്ദേഹം കോഴിക്കോട് മേയറെ സ്വീകരിച്ചതും ഒക്കെ തന്നെ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ തന്നെ കണ്ടതാണ്. അവിടെ നടന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വികസന ചർച്ച. ആ വികസന ചർച്ച എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനെ ചുറ്റിപ്പറ്റി മാത്രമല്ല, കേരളത്തിലെ 6 കോർപ്പറേഷനുകളെയും ചുറ്റിപ്പറ്റി കേരളത്തിലെ ആ ഒരു മാറ്റം എങ്ങനെ കൊണ്ടുവരാം, കേന്ദ്ര പദ്ധതികൾ, കേന്ദ്രത്തിന്റെ വിഹിതം ഏത് തരത്തിൽ നേടിയെടുക്കാം എന്നുള്ള ഒരു കാര്യം അവിടെ വി രാജേഷ് വച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു മൈൻഡിൽ അദ്ദേഹം ചിന്തിച്ച ആ ഒരു ലെവൽ രീതിയിലായിരിക്കണം എന്നുള്ളത് ഓർക്കേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ്. കാരണം തിരുവനന്തപുരം മേയർക്ക് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. അദ്ദേഹം എന്തിനാണ് ഈ ബാക്കിയുള്ള കോർപ്പറേഷനിലെ കാര്യങ്ങൾ ഓർത്ത് ഇങ്ങനെ വേവലാതിപ്പെടുന്നത് അല്ലെങ്കിൽ വറീഡാവുന്നത്? ഇവിടെ ഉള്ളവർക്ക് ഉള്ള കോർപ്പറേഷൻ നോക്കാനായിട്ട് വയ്യ. അപ്പോഴാണ് ഇവിടെ വ്യത്യസ്തനായിട്ട് വി രാജേഷ് 6 കോർപ്പറേഷൻ്റെയും കാര്യം പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത്. അതായത് അദ്ദേഹം ചിന്തിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല, കേരളം ഉടനീളം നേട്ടമുണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാവണം എന്ന് തന്നെയാണ്. അത് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ ചിലർക്കൊന്നും തന്നെ പിടിക്കാത്തവർ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താണ്, വികസനം ഇഷ്ടമില്ലാത്തവർക്ക് ഇതൊന്നും പിടിക്കത്തില്ല. കാരണം വികസന കാഴ്ചപ്പാടുള്ളവർ വരുമ്പോഴത്തേക്കും ആ ഒരു തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ളവർ ഭരിക്കുമ്പോഴത്തേക്കും ആ ഒരു തരത്തിലുള്ള നീക്കങ്ങൾ പലതും ഉണ്ടാവും. അപ്പോൾ അതൊന്നും തന്നെ ദഹിക്കാത്ത, അതൊന്നും തന്നെ ബോധിക്കാത്തവർ അവരുടെ തലമണ്ടയിൽ ചളി വാരി എറിയാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണോ, നാടിന് വികസനം കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത് ആരാണോ, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണോ, അവരെ വേണം സപ്പോർട്ട് ചെയ്യാനായിട്ട്. പാർട്ടി ഭേദമന്യേ, അത് BJP എന്നല്ല, കോൺഗ്രസ് എന്നല്ല, ഇടതുപക്ഷം എന്നല്ല, ആരായാലും ആരാണോ ആ ഒരു രീതി മനസ്സ് കാണിക്കുന്നത്, ആരാണോ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്, അവരെ സപ്പോർട്ട് ചെയ്യണം. എന്തായാലും ഇദ്ദേഹത്തിന്റെ ആ ഒരു വാക്കുകളിൽ നിന്നും ഒരു കാര്യം വളരെ കൃത്യമായിട്ട് വ്യക്തമായി. തിരുവനന്തപുരം മേയർ വി രാജേഷ്, നിങ്ങളുടെ വഴിയിൽ പല തടസ്സങ്ങളും ഉണ്ടാകും, പല തടസ്സങ്ങളും ഉണ്ടാക്കാനായിട്ട് നോക്കും പലരും. പക്ഷേ അതൊന്നും തന്നെ മൈൻഡ് ചെയ്യാതെ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ, നിങ്ങളുടെ ചിന്താഗതി എന്താണോ, അതിലൂടെ മുന്നോട്ട് പോവുക. ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ജനങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.